ഹലോ, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ 3 ചിക്കൻ വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പാർട്ടികളൊക്കെ ഉണ്ടാവുന്ന സമയത്തും അതേപോലെ തന്നെ ഈ പെരുന്നാൾ പോലത്തെ സംഭവങ്ങൾക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന 3 വെറൈറ്റി റെസിപ്പീസ് ആണ്. നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. എപ്പോഴും കഴിക്കുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള 3 റെസിപ്പീസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറയുന്നത് ഗ്രീൻ കളർ തന്തൂരി ചിക്കൻ ആണ്, ഹരിയാലി തന്തൂരി ചിക്കൻ ആണ്. അസാധ്യ ടേസ്റ്റുള്ള ഒരു ചിക്കൻ ആണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ആണ്. സാധാരണ നമ്മൾ തന്തൂരി ചിക്കനൊക്കെ കടയിൽ നിന്ന് വാങ്ങിക്കാറുണ്ട്, പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പം ഞാനിവിടെ 2 പീസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലുപ്പമുള്ളതാണ്. അപ്പം അത് മൊത്തമായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ മീനിലൊക്കെ ചെയ്യുന്ന പോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് എല്ലാ സൈഡും. എന്നാലും നന്നായിട്ട് മസാല പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇത് നമുക്കിനി മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ ഇവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, പിന്നെ അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര്, ഇത്രയും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട്. നല്ല കട്ട് തൈര് എടുക്കണം. വെള്ളം പോലെ ഉള്ളത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാരിനേറ്റ് ചെയ്ത് ശരിയാവില്ല. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ഫുള്ളായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ നമുക്കിത് മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് അടുത്ത മാരിനേഷനും കൂടെ ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത മസാല ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു മിക്സിക്കകത്തോട്ട് 1 കപ്പ് മല്ലിയില ചേർക്കുന്നുണ്ട്, 1 കപ്പ് പുതിനയില ചേർക്കുന്നുണ്ട്, അതേപോലെ തന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 5-6 പച്ചമുളക് എടുത്തിട്ടുണ്ട്. എരിവ് നോക്കിയിട്ട് ചേർക്കാൻ ഞാൻ 6 എണ്ണം വരെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു പകുതി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ മല്ലിയിലയും പുതിനയിലയും ചേർക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ കുത്തുന്ന ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല. ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ. ഇത് ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഈ ചിക്കൻ എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ തൈര് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കുക. ഇതേപോലെ വേണം അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കിതൊരു ബൗളിനകത്തോട്ട് മാറ്റാം. അപ്പോൾ ഇത് ഞാനൊരു ബൗളിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഏതായാലും കുഴപ്പമില്ല, വെളിച്ചെണ്ണ പറ്റില്ല. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക. അരമണിക്കൂർ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചിക്കൻ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഇത് ഇല ആയതുകൊണ്ട് തന്നെ പിടിക്കാൻ നല്ല പാടാണ്. അപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് എല്ലാവരുടെയും ഒന്ന് ആക്കി കൊടുക്കുക. ഇതേപോലെ ഒന്ന് ചെയ്താൽ മതി. 2 പീസും നമുക്ക് ചെയ്യാം. ഇത് ഒത്തിരി പേര് ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും ഒരു തവണ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കുറച്ച് നേരം വെക്കണം. ഒരു 3-4 മണിക്കൂർ വെക്കുവാണെങ്കിൽ നല്ലത്. ഇല്ലെങ്കിൽ രാത്രിക്ക് ഒന്ന് മാരിനേറ്റ് ചെയ്ത് രാവിലെ എടുക്കുവാണെങ്കിൽ അതാണ് കുറച്ചും കൂടെ നല്ലത്. എന്തായാലും ഒരു 2 മണിക്കൂർ വെക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരുപാട് ഓയിലൊന്നും വേണ്ട. ഒരു പാനിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ ഓയിലും അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ബട്ടറും ചേർത്ത് കൊടുക്കുക. ബട്ടർ ഉണ്ടെങ്കിലാണ് കറക്റ്റ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ അത് ചേർക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ കുറഞ്ഞ ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് നന്നായിട്ട് നോക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. അപ്പോൾ ബാക്കിയുള്ള മസാലയൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇത് നമ്മൾ പെട്ടെന്ന് തന്നെ ഇനി മറിച്ചിടാൻ പാടില്ല. കാരണം അടിയിലത്തെ മസാല നന്നായിട്ട് അതിൽ പിടിച്ചതിന് ശേഷം ഒരു 5-6 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി മറിച്ചിടാവുള്ളൂ. ഇല്ലെങ്കിൽ മസാല എല്ലാം എണ്ണയിലേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. 2 സൈഡും ഒരു 5-6 മിനിറ്റ് ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം. കാരണം ഒരുപാട് ഓയിലൊന്നും നമ്മൾ ഒഴിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കണം, അല്ല പെട്ടെന്ന് കരിയും. ഓരോ തവണ നമ്മൾ മറിച്ചിടുമ്പോഴും അവിടെ സൈഡിൽ കിടക്കണ ആ മസാല അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ഫുള്ള് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും മസാല നന്നായിട്ട് പിടിക്കും. അതേപോലെ തന്നെ ഇടയ്ക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കുകയാണെങ്കിലും പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ കുറച്ച് നേരം 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചും വേവിക്കാൻ നോക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മറിച്ചിട്ടുകൊണ്ടേ ഇരിക്കണം. കാരണം ഇത് അത്യാവശ്യം മസാലയൊക്കെ ഇതിൻ്റെ മുകളിൽ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇപ്പോൾ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ തവി വെച്ചിട്ട് നന്നായിട്ട് മുകളിൽ ഇതുപോലെ ഓരോ തവണയും പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിട്ട് നമുക്കത് പതിഞ്ഞ് കിട്ടും, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണ പോലെ. അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഇവിടെ റെഡിയായി. ഇത്രയും മതി കേട്ടോ. ഇനി കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട. നന്നായിട്ട് ഇനി ഡ്രൈ ആക്കി എടുത്താൽ മതി. അപ്പം നമ്മളിത് എടുക്കാൻ പോവാണ് എണ്ണയിൽ നിന്ന് എടുത്തതിന് ശേഷം എന്തായാലും ഇതിൽ എണ്ണ പിടിച്ചിരിപ്പുണ്ടാവും. അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നന്നായിട്ട് അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുക. കാരണം കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് എണ്ണയൊന്നും ഉണ്ടാവില്ലല്ലോ.
അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ടിഷ്യൂ പേപ്പർ വെച്ച് തുടച്ചെടുക്കുക. ഇത് മയണൈസും കൂട്ടി കഴിക്കാനായിട്ട് അടിപൊളിയാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് ബിരിയാണിയുടെ കൂടെ ആണെങ്കിലും അതുപോലെ തന്നെ മന്തിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ സൈഡ് ഡിഷ് ആയിട്ട് സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒറ്റ തവണ ട്രൈ ചെയ്താൽ മതി കേട്ടോ, എന്തായാലും ഇഷ്ടാവും. അപ്പൊ ഇനി നമുക്ക് അടുത്തത് എന്താ നോക്കാം. അപ്പൊ അടുത്തതെന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് കുട്ടീസിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ചിക്കൻ പോപ്കോൺ ആണ്. നമുക്ക് ഇത് സ്റ്റാർട്ടർ ആയിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അടിപൊളിയാണ് കേട്ടോ, ഉണ്ടാക്കാനായിട്ടാണെങ്കിലും ഭയങ്കര സിമ്പിൾ ആണ്. അപ്പൊ എല്ലാവരും പെരുന്നാളിന് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നോക്കാം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പൊ ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എല്ലില്ലാത്ത ചിക്കനാണ് വേണ്ടത്. ഞാൻ ഇവിടെ ഏകദേശം ഒരു 1/4 കിലോ എടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്തോട്ട് നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ മൊത്തത്തിൽ 3 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. എരിവുള്ള മുളകാണെങ്കിൽ അത്രയും എടുക്കരുത്. അപ്പൊ അതിന്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. ടോട്ടൽ 5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പൊ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് വേണമെങ്കിൽ മാത്രം ലാസ്റ്റ് ചേർത്താൽ മതി. പിന്നെ അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്തിട്ടുണ്ട്. പിന്നെ എരിവ് നമ്മൾ കുട്ടികൾ കഴിക്കുന്നതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം, കാരണം ചില കുട്ടികൾ എരിവ് അധികം കഴിക്കില്ല. അപ്പൊ അതിന്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒരു മുട്ടയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പൊ ഇതിന്റെ കൂടെ ഉപ്പിടാൻ മറന്നു പോകണ്ട, ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കോൺഫ്ലോർ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം, കാരണം ഒത്തിരി ലൂസ് ആണെങ്കിലും മാത്രം കോൺഫ്ലോർ ചേർത്താൽ മതി. പിന്നെ ഒരുപാട് അങ്ങ് ടൈറ്റും ആവണ്ട, നമ്മളിത് ഫ്രീസറിൽ വെക്കുന്നതാണ്. അപ്പൊ കുറച്ച് ലൂസ് ആണെങ്കിൽ നമ്മൾ എടുക്കുന്ന സമയത്ത് കുറച്ച് ടൈറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ കുറച്ചും കൂടി കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ ഏകദേശം ഒരു 5-6 ടീസ്പൂണേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 1 മണിക്കൂർ ഒന്ന് ഫ്രീസറിൽ വെക്കാം. അതിനുശേഷം നമുക്ക് എടുക്കാം. അപ്പൊ ഞാനിത് 1 മണിക്കൂർ വെച്ചതിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അതിന്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ റവ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ ആട്ടപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എന്നിട്ട് മിക്സ് ചെയ്തെടുക്കാം, നല്ല ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട്. മുളക് പൊടി കാശ്മീരിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മുളക് പൊടി കൂടി പോരുത്, മുളകിന്റെ കുത്തൽ വരും. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇത് വെച്ച് നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഡ് ഫുഡ് കളർ ചേർക്കാം, ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അങ്ങനെയാണ് കിട്ടുക. പക്ഷെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണോണ്ട് അത് ചേർക്കുന്ന അത്ര സേഫ് അല്ല, അതാണ് ഞാൻ മുളക് പൊടി ചേർത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് എല്ലാം നന്നായിട്ട് ബ്രെഡ് വെച്ച് ഒന്ന് പൊതിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ഇത് 1/2 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് എടുത്തിട്ട് ഫ്രൈ ചെയ്യാം. അപ്പോഴേക്കും നല്ലോണം സെറ്റ് ആവും. അപ്പൊ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ട് ഇവിടെ കുറച്ച് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഒത്തിരി നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ച് ഫ്രൈ ചെയ്യുകയാണെങ്കിൽ ചിക്കൻ്റെ ഉൾഭാഗം വേവില്ല. അപ്പൊ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് ഒരു മീഡിയം അല്ല ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കൻ നന്നായിട്ട് വേവിച്ചെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ട് ഉണ്ടാവാം, നമ്മൾ ബ്രെഡും റവയും ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ. അപ്പൊ നമുക്ക് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യാൻ നോക്കുക, അതും മയണൈസിന്റെ കൂടെ തന്നെ സെർവ് ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് കിഡു ടേസ്റ്റ് ഉണ്ടാവുക. കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുകയാണെങ്കിൽ വേറെ ഒന്നും വേണ്ടി വരില്ല ഇതിന്റെ കൂടെ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാ. അപ്പൊ അടുത്ത റെസിപ്പി എന്താ നമുക്ക് നോക്കാം. അപ്പൊ അടുത്ത നമ്മുടെ റെസിപ്പി എന്ന് പറഞ്ഞത് പയ്യോളി ചിക്കൻ ഫ്രൈ ആണ്. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാമായിരിക്കും. അപ്പൊ ഞാൻ എങ്ങനെയാണ് സിമ്പിൾ ആയിട്ട് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ള റെസിപ്പി കാണിക്കാം. അപ്പൊ നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള മസാല ഉണ്ടാക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാൻ ഇവിടെ 5-6 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 7-8 കാശ്മീരി മുളക് എടുത്തിട്ടുണ്ട്. എരിവ് നിങ്ങൾ അനുസരിച്ച് എടുക്കുക, സാധാ മുളകാണെങ്കിൽ ഇത്രയും എടുക്കരുത്. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതിന്റെ കൂടെ തന്നെ ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം. അപ്പൊ ചിക്കനൊക്കെ ഞാനിവിടെ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഞാൻ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് അരച്ചെടുക്കാൻ നോക്കുക. പിന്നെ ചിക്കൻ ആണെങ്കിൽ ഒരുപാട് വലിയ പീസ് ആക്കുന്നതിനേക്കാളും നല്ലത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നതാണ്, ഒരു മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുക്കുന്നതാണ്. ഇതിന്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മസാലയൊന്ന് തേച്ച് പിടിപ്പിക്കണം. നന്നായിട്ട് മൊത്തത്തിലൊന്ന് തേച്ച് വെക്കുക.
അപ്പൊ ചിക്കനും മസാലയും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ഒന്ന് രണ്ടെണ്ണം ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. അതേപോലെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് നല്ലൊരു കോട്ടിംഗ് കിട്ടാനായിട്ട് ഇതിനകത്തോട്ട് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം ഓരോ ടേബിൾ സ്പൂൺ ചേർത്തിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറഞ്ഞത് ഒരു 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ ഒന്ന് വെക്കുക. ഫ്രീസറിലല്ല കേട്ടോ, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് എടുത്തിട്ട് ഇത് ഫ്രൈ ചെയ്യാം. അപ്പൊ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി ഫ്രൈ ചെയ്യാൻ പോവാണ്. ഞാനിത് ഡീപ് ഫ്രൈ അല്ല കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, കുറെ ഓയിൽ ഒഴിച്ചിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷെ ഞാനിങ്ങനെ കുറച്ച് ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇച്ചിരി സമയം എടുക്കുമെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോൾ അധികം അങ്ങ് എണ്ണ നമുക്ക് ആവശ്യം വരില്ല. അപ്പൊ എല്ലാം നമുക്ക് ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇതിൽ ബാക്കിയുള്ള മസാലയിൽ ഞാൻ ഒരു 3-4 ടേബിൾ സ്പൂൺ തേങ്ങ ഒന്ന് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് വെക്കുന്നുണ്ട്. നമുക്ക് ലാസ്റ്റ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ കൂടെ തന്നെ ഞാൻ ഇത്തിരി ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങയിൽ ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായി മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അത് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചിക്കനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ കറിവേപ്പിലിന്റെ നല്ലൊരു മണമൊക്കെ കിട്ടും. എന്നിട്ട് നമുക്ക് ഇത് അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം ഒന്ന് വേവിക്കാം. അതിനുശേഷം ഒന്ന് ഡ്രൈ ആക്കി ഫ്രൈ ആക്കി എടുത്താൽ മതി. അപ്പോഴേക്ക് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാവരും തിരിച്ചിട്ടതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് മൊരിച്ചെടുക്കാൻ നോക്കുക. അപ്പോഴാണ് ഇത് കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക. ഇപ്പൊ ചിക്കൻ 2 സൈഡും അത്യാവശ്യം ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ചിക്കൻ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട് കറിവേപ്പിലയും അതേപോലെ തന്നെ പച്ചമുളക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഈ ചിക്കൻ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ഒന്നൊന്നര ടേസ്റ്റ് ആണ്. കാരണം നമ്മുടെ ചേർത്തിരിക്കുന്ന മസാലയൊക്കെ നല്ല ടേസ്റ്റുള്ള മസാലയാണ്. അപ്പൊ അതേ ഞാൻ 2 പച്ചമുളകും കുറച്ച് കറിവേപ്പില നന്നായിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇത് കോരി മാറ്റാം. ഇത് കോരി മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ, ആ തേങ്ങ ഇട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഓയിൽ കുറവായതുകൊണ്ട് തന്നെ തേങ്ങയിൽ കുറച്ച് ഓയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചധികം ഓയിൽ എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ കുറച്ചധികം നേരം ഒന്ന് ഡ്രൈ ആയിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇപ്പൊ നന്നായിട്ട് തേങ്ങ റെഡി ആയിട്ടുണ്ട്. ഒരുപാട് കരിഞ്ഞു പോകാൻ പാടില്ല, നന്നായിട്ട് ഡ്രൈ ആയാൽ മതി. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചിക്കനിലോട്ട് മിക്സ് ചെയ്ത് ഇട്ടാൽ മതി. സെർവ് ചെയ്യുന്ന സമയത്ത് മിക്സ് ചെയ്തിട്ട് സെർവ് ചെയ്യുക. അപ്പൊ ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിൾ ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈ ആണ്. പക്ഷെ നല്ല രുചിയാണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്ന് എന്തായാലും പെട്ടെന്ന് ട്രൈ ചെയ്യുക, എന്നൊരു ഫീഡ്ബാക്ക് പറയാ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പൊ ഇത് ഞാൻ മുൻപ് ഇട്ടിട്ടുള്ള വീഡിയോ ആണ്. ചിലപ്പോൾ നിങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവും. ട്രൈ ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അല്ലാതെ ഒരു പെട്ടെന്ന് ട്രൈ ചെയ്യുക. അപ്പൊ ഇതേപോലെ തന്നെ മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് പെരുന്നാൾ കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. താങ്ക് യു ഫോർ വാച്ചിങ്.